Okay, let's start. You see, words in use. Words in use. അതവിടെ നിൽക്കട്ടെ. Ready, let's continue. Here you see page number 78. Page number 78. Words in use. Something or someone or from China is said to be Chinese. ചൈനയിൽ നിന്നുള്ള ആളെ അല്ലെങ്കിൽ ഇതിലെ സാധനങ്ങളെ പറയുന്നത് എന്താണ്? ചൈനീസ് എന്ന് പറയും. Anything or anyone from the times of Queen Victoria is said to be of the Victorian age. Victoria, Queen Victoria age എന്നുള്ളതെന്ന് പറയുന്നത് Victorian age എന്ന് പറയും. So, what do we should fill in the blanks with the correct forms of the underlined words? A friend from Mexico gave my mother special dash beans. A friend from Mexico gave my mother special dash beans. Mexico, yes, Mexican. Mexican, you can write there, M should be capital. M-E-X-I-C-A-N, Mexican. Next one, people from Ireland are called dash. Irish. I-R-I-S-H, Irish. Sir, spelling ഒന്നും കൂടെ പറയാമോ സാർ? ഐസ്ലാൻഡ്, അയർലൻഡ്. ഏതിന്റെയാ? ഐറിഷിന്റെ. ഐറിഷ്, I-R-I-S-H, I-R-I-S-H, Irish. Same from those from Scotland are called Scottish. Scottish. S-C-O-T-I-S-H. S-C-O-T-I-S-H. Scottish. Sir, first is C അല്ലേ S? S-C. S-C-O-T-I-S-H. Scottish. Next, I love reading stories about Mars and about Dark creatures. Mars. ഒന്ന് പറയുന്നുണ്ട്, അത് പറഞ്ഞു കേൾക്കട്ടെ. മാർസ് ഒക്കെ ഏതാണ്ട് അടുത്ത് വരുന്നുണ്ട്. നമ്മള് സാധാരണ ഈ എന്താ പറയുന്ന അന്യഗ്രഹത്തിലുള്ള ഏലിയൻസ് എന്നുള്ള രീതിയിൽ പറയും. But here from Mars we say Martian. Martian creatures. M-A-R-M capital. M-A-R-T-I-A-N. M-A-R-T-I-A-N ആണ്. T ആണ്. M-A-R-T-I-A-N. Martian. വായിക്കുന്നത് Martian. Martin അല്ല, Martian. Okay? Creatures. And the last one, my uncle has just come back from Assam and has brought dark chain toys for us. Assam? Assamese. A-S-S-A-M-E-S-C. A-S-S-A-M-E-S-C. Assamese. Is that clear to all? Done. Okay. Yes, sir. Okay, let us some writing and use some grammar is there. Let's keep it there for some later time. When there is more time, we will do that. Just mark it. ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് വെച്ചേരെ, അത് എടുത്തില്ല എന്നറിയാൻ വേണ്ടിയിട്ട്. Place an into mark there so that let us know it before, but after.
Now take page number 82. Page number 82. New lesson. New lesson. It's a poem. Very simple poem, means short also, and but written by a very famous poet, famous to very much in India, or famous very much in India. What is that? Rabindranath Tagore. Yes or no? You heard about Rabindranath Tagore? കേട്ടിട്ടില്ലേ? Yes, sir. What is the Janaganamana. speciality? Janaganamana, written by him. Now, where the mind is without fear. Where the mind is without fear. മനസ്സിന് പേടിയില്ലെങ്കിൽ അങ്ങനെയാണ് ഒരു സംശയം. Where the mind is without fear. പേടിയില്ലാത്ത ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. നമ്മൾ കഴിഞ്ഞ വർഷം ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തതാണ് പേടിയെ കുറിച്ചും ഗോസ്റ്റിനെ കുറിച്ചും ഒക്കെ. എങ്കിലും ആർക്കൊക്കെയാ പേടിയില്ലാത്ത? ചെറുപ്പത്തിൽ ഭയങ്കരമായിരുന്നു, ഇപ്പൊ അങ്ങനെ കുറഞ്ഞു. ഇപ്പം കുറഞ്ഞു, വലിയ പേടിയൊന്നും ഇല്ല. കാരണം ഇപ്പം ഫെയ്ത്ത് പറഞ്ഞത് ശരിയാണ്. കാരണം ഗോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഗോസ്റ്റുകൾക്ക് ഇപ്പം മനുഷ്യരെ പേടിയാണ്. അതെന്താ? അതിനായിരിക്കും കാരണം. സോണെ അല്ലെങ്കിൽ ആൻമരിയ എന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ ഫെയ്ത്ത് ഇപ്പൊ പറഞ്ഞു ഇപ്പം പല പേടിയില്ലെന്ന്. അത് രണ്ട് രീതിയിൽ എടുക്കാം. ഇപ്പൊ അവന് ഗോസ്റ്റിനെ പേടിയില്ലെന്നും ആക്കാം, അല്ലെങ്കിൽ ഗോസ്റ്റുകൾക്ക് അവനെ പേടിയില്ലെന്നും ആക്കാം. അവനെന്ന് പറഞ്ഞാൽ എല്ലാരെയും കൂടെ ഉദ്ദേശിച്ചു കേട്ടോ, മനുഷ്യരെ മൊത്തത്തിൽ. സാർ ഇത്ര നാള് പേടിയുള്ള മനുഷ്യന്മാർക്കായിരുന്നു, ഇപ്പം മനുഷ്യന്മാര് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് അതൊക്കെ മേലെയായി. അതെ, ഇപ്പൊ ഉള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യർക്ക് താമസിക്കാൻ പോലും സ്ഥലമില്ല. ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ് എന്താണ്, കാടുകളൊന്നുമില്ല. ഗോസ്റ്റുകൾക്ക് പിന്നെ എവിടെ ഇരിക്കാൻ എവിടെ സ്ഥലം? അതുകൊണ്ട് അതുങ്ങൾ വരാറില്ല. പണ്ട് ഇഷ്ടംപോലെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് ഇഷ്ടംപോലെ വെട്ടമൊക്കെ കത്തിച്ചത്. അന്ന് കറണ്ടില്ലല്ലോ, അതുകൊണ്ട് വെട്ടമൊക്കെ കത്തിച്ചെങ്കിൽ പന്തമൊക്കെ പിടിച്ചോണ്ട് ഗോസ്റ്റുകൾ പൊക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത് രാത്രിയിലൊക്കെ. ഇപ്പൊ പിന്നെ കറണ്ട് വന്നുകൊണ്ട് പിന്നെ അത് പിടിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ ഈസി. അതുകൊണ്ടായിരിക്കാം ഒരു കാരണം. അതൊന്ന്. പിന്നെ നമുക്കറിയാം, ഫിയർ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ്. പേടി, ഒരു ചെറിയ പേടി എന്തിനെങ്കിലും ഇല്ലാത്ത ആരും തന്നെ കാണില്ല. എന്തായിരിക്കും കാരണം? ചിലർക്ക് പാമ്പിനെ പേടിയായിരിക്കും, ചിലർക്ക് പട്ടീനെയാണ്, ഡോഗ്, സിംഹം, ലയൺ, തന്നെയാണല്ലോ ലയണല്ലേ, ടൈഗർ, പിന്നെ അല്ലെങ്കിൽ ഗോസ്റ്റ്, അല്ലെങ്കിൽ ഇരുട്ടിനെ പേടിയായിരിക്കും, ചിലർക്ക് ഭയങ്കര വെളിച്ചത്തെ പേടിയായിരിക്കും. അങ്ങനെ പല പല പേടികളായിരിക്കും. വെളിച്ചത്തെ പേടിയുള്ളവരുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര പേടി, എന്തിനെങ്കിലും ചെറിയ പേടിയെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാകില്ല. ഇതിലാണ് വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ. മനസ്സിന് പേടിയില്ലെങ്കിൽ, സ്ട്രോങ് മൈൻഡ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് നോക്കാം എത്ര പേർക്ക് സ്ട്രോങ് മൈൻഡ് ഉണ്ടെന്ന് നോക്കാം. സോണിന്റെ മൈൻഡ് സ്ട്രോങ് ആണോ? നോ ഫിയർ, അത്യാവശ്യം. അൻമരിയ അതാണ്ടൊക്കെ ഓക്കെ. ഫെയ്ത്ത് ഫുൾ സ്ട്രോങ്. ഏറെക്കുറെ ഓക്കെ. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ പേടി എന്തിനെങ്കിലും ഇല്ലാത്ത ആരും തന്നെ ഇല്ല. എന്തെങ്കിലും ഒക്കെ പേടി ഉണ്ടാവില്ല. എത്ര സ്ട്രോങ് മൃഗമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ പേടി ഉണ്ടാവും. ലെറ്റ്സ് സീ ഹിയർ. Rabindranath Tagore prays for a world without fear, one held together by freedom. Originally written in Bangla, it was translated into English by Tagore himself. Okay, where the mind is alert. Rabindranath Tagore prays for a world without fear. പേടി ഇല്ലാത്ത ഒരു ലോകത്തെ സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ പറയുക, അല്ലെ പ്രാർത്ഥിക്കുക. വൺ ഹെൽഡ് ടുഗദർ ബൈ ഫ്രീഡം.
സ്വാതന്ത്ര്യത്താൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഇതാണ് വേണ്ടത്. അപ്പൊ നോക്കിയ ഒറിജിനലി റിട്ടൺ ഇൻ ബാംഗ്ല. ബാംഗ്ല ഓ ബാംഗിൾസ് അതാണോ? Is there any relation between Bangla and Bangladesh? ബംഗ്ലാവ് ആണോ? അതന്നെ കറക്റ്റ്. ബംഗ്ലാദേശി എന്നുള്ള അതുമായിട്ട് കണക്ഷൻ ആണ് ബംഗ്ല ലാംഗ്വേജ്. ബംഗ്ല എന്നാ പറയുന്നത് ബാംഗ്ല. ഓക്കെ. സോ ഒറിജിനലി റിട്ടൺ ഇൻ ബാംഗ്ല ലാംഗ്വേജിലാണ് റിട്ടൺ ചെയ്തത്, എഴുതിയത്. ആൻഡ് ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻടു ഇംഗ്ലീഷ് ബൈ ടാഗോർ ഹിംസെൽഫ്. ബാംഗ്ല ലാംഗ്വേജിൽ എഴുതിയതും ടാഗോറാണ്, ഇംഗ്ലീഷിലേക്ക് അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതും ടാഗോർ തന്നെയാണ്. ഓക്കെ. Let's see here now. Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of dead habit, where the mind is led forward by thee into ever-widening thought and action, into that heaven of freedom, my Father, let my country away. ഇത് പ്രാർത്ഥനയാണ്. ഞാൻ വായിച്ചത് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാർത്ഥനയാണെന്ന് തോന്നില്ല. പക്ഷെ ശരിക്കും പ്രാർത്ഥനയാണ്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ. ഇവിടെ ഒരു വെടി പൊട്ടിച്ചതാ. ഭയങ്കര ശബ്ദം പറഞ്ഞതാ. വെടി പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞെന്നുള്ള വെടിയല്ല, എന്തിലാന്ന് തോന്നുന്നു. അവർക്ക് വെടി ശബ്ദം കേട്ടിട്ടുണ്ട്. ഓക്കെ. ഏതായാലും ലെറ്റ്സ് കണ്ടിന്യൂ. Where the mind is without fear and the head is held high. മനസ്സിന് പേടിയില്ലാത്ത ഒരിടത്ത് and the head is held high. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത്. Where knowledge is free. അറിവ് ഫ്രീ ആണെങ്കിൽ. Where the world has not been broken up into fragments. What is fragment? Fragment എന്ന് പറഞ്ഞാൽ എന്താ? പീസസ്, കഷ്ണങ്ങൾ. ലോകത്തെ മുഴുവൻ ഇപ്പൊ കഷ്ണങ്ങളാക്കി. അതെങ്ങനെയാ ലോകത്തെ കഷ്ണങ്ങളാക്കി? ഇപ്പൊ പറഞ്ഞ പോലെ വെടിവെച്ച് മുറിച്ചതാണോ, കീറിയതാണോ? ഓരോ രാജ്യങ്ങളായിട്ട്. അത് തന്നെ. ഓരോരോ രാജ്യങ്ങളായിട്ട് തിരിച്ചിരിക്കുക അല്ലെ. ആ രാജ്യങ്ങളെ തന്നെ അതിലും സംസ്ഥാനങ്ങളാക്കി അങ്ങനെ ഓരോരോ ബൗണ്ടറികൾ വെച്ചിരിക്കുക. അതാണ് where the world knowledge is free and where the world has not been broken up into fragments. കഷ്ണങ്ങളാക്കി മുറിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ലോകത്തേക്ക്. ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്. എങ്ങനെയാ മുറിക്കപ്പെട്ടിരിക്കുന്നത്? ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഷോൺ പറഞ്ഞത് ആദ്യം. ഒരു എന്താ പറയുക, രാജ്യങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. അതിർത്തികള്, യുദ്ധങ്ങള്, അല്ലെങ്കിൽ അതിനെ തന്നെ ഇന്റേണൽ ഫൈറ്റ്സ് ഉണ്ട്. സംസ്ഥാനങ്ങളായിട്ടും അതുമായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്ട്രിക്റ്റുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അതാണ് നാരോ ഡൊമസ്റ്റിക് വാൾസ്. അതുകൂടാതെ എന്താ പറയുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലും റിലീജിയന്റെ അടിസ്ഥാനത്തിലും റീജിയന്റെ അടിസ്ഥാനത്തിലും എല്ലാം തിരിച്ചിട്ടുണ്ട്. സോ by narrow domestic walls where words come out from the depth of truth. സത്യത്തിന്റെ അകത്തു നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്ന സംസാരം, വാക്കുകൾ. Where tireless striving stretches its arms towards perfection. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഒരു പാട്ട് പാടുവാണ്, അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ എന്ത് ചെയ്താലും പഠിക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കണം. പെർഫെക്ഷൻ മീൻസ് കൃത്യത, ക്ലിയർ, എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്ന ആളാണ് ടയർലെസ് ഡ്രൈവിംഗ്. ടയർലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയ്ത്ത് ടയർ ഇല്ലാത്തതാണോ? ടയർ ഇല്ലാത്ത വണ്ടിയാണോ? അല്ല. അപ്പൊ എന്തായിരിക്കും?
ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടയർലെസ്, ടയർ, ടയറിങ്, ക്ഷീണം. അതെ, ക്ഷീണം തോന്നുന്നതാണ് അല്ലെങ്കിൽ മടുക്കുന്നതാണ് ടയർസം. ടയർലെസ് എന്ന് പറഞ്ഞാൽ ക്ഷീണമില്ലാത്തത്. മറ്റേ ടയർ വേറെ, വണ്ടിയുടെ ടയർ എന്താ സ്പെല്ലിംഗ്? TYRE. Here is TIRE, tireless. Striving, stretches its arms towards perfection. Striving, again and again, trying is what is called striving. Continue to do something. വീണ്ടും 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 ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് striving. So where tireless striving stretches its arms, അതിങ്ങനെ കൈ നീട്ടുകയാണ്. Its arms towards perfection. Perfectionലേക്ക് നീങ്ങുകയാണ്. Where the clear stream of reason has not lost its way. Clear stream of reason. Stream എന്ന് പറഞ്ഞാൽ അരുവിയാണ്. Stream of reason, കാരണത്തിന്റെ, has not lost its way. എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് പെർഫെക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ 3 പേരുണ്ട്, ഞാൻ ഒഴികെ. അല്ല, ISL കാണുന്നവരായിരിക്കുമല്ലോ അല്ലെ? അതിനെ കുറിച്ച് അറിയാവുന്നവരായിരിക്കുമല്ലോ. ഇല്ലേ? ഇല്ല. എന്നാൽ ഐഡിയ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടാകില്ലേ? ഫെയ്ത്ത്, ISL ഇത് നിന്റെ ഇഷ്ടപ്പെട്ട ടീം ഏതാ? കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സ്. അതിന്റെ കാറ്റ് പോയിരിക്കുക ഇപ്പം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഏതായിരിക്കും? ഗോവ. ഓക്കെ. പിന്നെ ബംഗളൂരു. അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് ഏതാണ്ട് തീർന്നു. പിന്നെ അങ്ങനെ ഷോണിന് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ആൻമരിയോ? ബാഴ്സലോണ ആണ്. ISL ഒക്കെ വിട്ടു, നമുക്ക് ഇഷ്ടമില്ല അതൊന്നും. ഇത് ഏതെങ്കിലും ടീമിനെ ഇഷ്ടപ്പെട്ടതുണ്ടോ? ബ്ലാസ്റ്റേഴ്സ്. സാധാരണ എല്ലാവരും ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ഇഷ്ടം. ഫസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് തന്നെ അത് ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞു ഈ വർഷം. ഓക്കെ, ഏതായാലും നമുക്കറിയാം ഈ പറയുന്ന ഈ ടീമുകളെല്ലാം എന്തിനാ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ കോച്ചുമാര് എന്തിനാ ശ്രമിക്കുന്നത്? They are trying for perfection. പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. വിജയിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം. വെറുതെ ഒരു ഗോൾ അടിച്ച് ജയിച്ചതിനപ്പുറം അതൊരു പെർഫെക്ഷൻ, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ജയിക്കാനാണ് ശ്രമിക്കുന്നത്. So that is what is called perfection. Trying and trying, again striving and striving for perfection. Where the clear stream of reason has not lost its way into the dreary desert sand of dead habit. ദുശീലങ്ങൾ, പഴയ ശീലങ്ങളിലേക്കുള്ള the dreary reason, dreary desert. ഓണാക്കി വരണ്ട് കിടക്കുന്നതാണ് ഡെസേർട്ട് അല്ലെ? ഡെസേർട്ട് ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടാകാം. ഞാൻ ഏതായാലും ഡെസേർട്ട് കണ്ടിട്ടില്ല, ശരിക്കും ലൈവായിട്ട് കണ്ടിട്ടില്ല. ഈ സിനിമയിലായിട്ടാണ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് കാണുമ്പോൾ ഈ പറയുന്ന ഓരോ ഈ ഡെസേർട്ടിലൂടെ ഓരോ വണ്ടികൾ ഇങ്ങനെ ചാടി പോകുന്നതാണ്, മണലിലൂടെ പോകുന്നത്. അതൊക്കെ എങ്ങനെ പോസിബിൾ ആവുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. കാരണം നമ്മുടെ ഇവിടെ ഒരു റോഡിൽ കുറച്ച് ചെറിയോ മണ്ണോ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ വണ്ടികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടെ മുഴുവൻ മണലിലൂടെ എങ്ങനെയാണ് ഇത് ഓടുന്നത് എന്നുള്ള സംശയം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. ഒന്ന് പോയി നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതുവരെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഏതാണേലും into the dreary desert sand of dead habit. മണലാരണ്യത്തിന്റെ അനന്തതയിലേക്ക്. Where the mind is led forward by thee. Thee means you. അങ്ങ്. ദൈവത്തിനോടാണല്ലോ ഈ പ്രാർത്ഥന. Thee, you, അങ്ങ്. പഴയ ഒരു ഇംഗ്ലീഷ് വാക്കാണ് ദി. ഇപ്പോഴത്തെ യുവിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ദീയും ദയ്യും ഒക്കെ കേട്ടിട്ടുണ്ടോ? Where the mind is led forward by thee into ever-widening thought and action. എന്താ? ചിന്തകള് വൈഡായിട്ട് ചിന്തിക്കുക. വൈഡായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പല പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര രസമാണ്, നല്ലതുമാണ്. എന്താ? ഒരു കാര്യത്തിൽ ഒതുങ്ങില്ല, പല പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് എവർ വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ. ചിന്തകൾ മാത്രമല്ല, പ്രവർത്തികളും. Into that heaven of freedom. ഇങ്ങോട്ട് that heaven of freedom.
ഫ്രീഡത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി awake. എന്റെ രാജ്യം ഉണരട്ടെ. എങ്ങനെ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താ? നമ്മളെ ഫ്രീഡത്തിലേക്ക് നമ്മുടെ രാജ്യം ഉണരട്ടെ. Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where the words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of that habit, where the mind is led forward by thee into ever-widening thought and action, into that heaven of freedom. My Father, let my country awake. അതിലേക്ക് എന്റെ രാജ്യത്തെ ഉണർത്തണമേ എന്നാണ് പ്രാർത്ഥന. Okay? So that is what our poem is. Rabindranath Tagore have written this one. It's very interesting, actually, and meaningful also. സോൺ അവിടെ എന്തോ കണ്ടോ കറക്റ്റ് നോക്കിയിരിക്കുന്നത് കട്ടായിരിക്കുന്നതെന്ന് അറിയാം, എന്നാലും നോക്കിയാൽ കറക്റ്റ് എന്തോ ഇങ്ങനെ നോക്കിയിരിക്കും. ഓക്കെ, ഏതായാലും യു വിൽ ഹാവ് ടു റീഡ് ദിസ് പോയം 3 times ടുഡേ. ഇന്ന് തന്നെ 3 പ്രാവശ്യം വായിച്ച് get the sign of the parent and give me a view of that. അതിന്റെ ഒരു കോപ്പി. ഓക്കെ, അത് വേണം. പിന്നെ enjoy the freedom, enjoy the poem. Pick the most appropriate option. That is a homework to you. You have to try and get that homework. Just stick with the pencil only, so that if any mistakes are there, we can change it. No, so try that when with the pencil. Then again, there is more that is not there. That question answers are what kind of a country does the poet want his fellow citizens? What for his fellow citizens? Do you think the poet which has been fulfilled? Your reason for your answer. We don't need to write that down. We shall discuss. What kind of a country does the poet want his fellow want for his fellow citizens? അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി എന്തുതരം ലോകം വേണമെന്നാണ്, എന്ത് രാജ്യം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്? എന്ത് വേണമെന്നാ പറയുന്നത്? പേടിയില്ലാത്ത, അതിർത്തി വരമ്പുകൾ നിശ്ചയിച്ചിട്ടില്ലാത്ത, ഇവിടെ ശരിക്കും ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വാൾസും ഉണ്ട്. വെറുതെ കിട്ടുന്ന ഒരു മതിൽ മാത്രമല്ല അത്. പിന്നെ എന്താണ് ഈ പറയുന്ന, ഞാൻ പറഞ്ഞ പോലെ സംസ്കാരത്തിന്റെ, ഭാഷയുടെ, അല്ലെങ്കിൽ റിലീജിയന്റെ, റീജിയന്റെ ഒക്കെ അതിർവരമ്പുകൾ സൃഷ്ടിച്ച് ബന്ധിച്ചു. ആ അതിർവരമ്പുകളാണ് ഇവിടെ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറയുന്നത്. ആ വാൾസുകളൊന്നുമില്ലാത്ത, എല്ലാ മനുഷ്യരെയും ഒരുപോലെ നോക്കി കാണാൻ പറ്റുന്ന, ഒരേപോലെ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് ഒരു കൺട്രി വേണമെന്നാണ് ആര് പറയുന്നത്? Rabindranath Tagore says. Rabindranath Tagore says that he wants a country where the knowledge is free and where the world has not been broken up into fragments, where there are no domestic wars. Such a country is what Rabindranath Tagore wants. Another one. Do you think the poet wish has been fulfilled? Poetന്റെ ഈ ആഗ്രഹം സാധിച്ചിട്ടുണ്ടോ? അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഉണ്ടോ? ആൻമരിയെ പറഞ്ഞു നോക്കട്ടെ. ഈ സ്വപ്ന അങ്ങനത്തെ സ്വപ്നത്തിലുള്ള ലോകത്താണോ നമ്മളിപ്പോ ജീവിക്കുന്നത്? നോ എന്ന് പേര് പറയുന്നു. കറക്റ്റ് ആണ്. കാരണം എന്താ? എവിടെ നോക്കിയാലും യുദ്ധങ്ങളും വഴക്കും വെടിവെപ്പ്, കൊല, അല്ലെ, കത്തിക്കുത്ത് എല്ലാം അതെ. അപ്പൊ അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾ ഇതുവരെയും എത്തിപ്പെട്ടിട്ടില്ല. അതൊരു ഡ്രീം വേൾഡ് ആണ്.
അങ്ങനെ ഒരു ലോകത്തേക്ക് എത്തിപ്പെട്ടാൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് നമുക്ക് പറയാം. അത് ഈ റീസെന്റ് ടൈമിൽ എങ്ങനെയായാലും നിയർ റീസെന്റ് ഫ്യൂച്ചറിൽ ഒന്നും ഉണ്ടാകാൻ ഒരു വഴി കാണുന്നുമില്ല. ഓരോ ദിവസം കൂടിയല്ലേ വരുന്നുള്ളൂ അല്ലേ? So that world, that country, such a country or such a world is what the poet dreams of, but there is no chance of making it a reality. Ipam, എന്തായാലും. Okay? That's enough for now. Let's stop for the class. We can mark the date there, and you need to read that one and post me, and also try that another homework what I said now. Okay? Any doubt for anyone? Anyone in the sense? Only two are there. No doubt. They are doubtless students. Okay, then bye bye.